വിമർശനങ്ങൾക്ക് ഉത്തരമില്ല. ഇല്ല. അറിയപ്പെട്ട മിക്ക കേസിലും സ്ത്രീ പീഡന കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു സാധാരണ വ്യാപാര കേന്ദ്രത്തിലോ വ്യവസായശാലയിലോ ഉള്ളതിനേക്കാൾ മോശമാണ് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവസ്ഥ. അങ്ങനെയാണ് ഹേമ കമ്മിറ്റിയെ വെച്ചത്. ഇത്തരം 100 പ്രശ്നങ്ങളിൽ പ്രതിയാണ് ഗണേഷ് കുമാർ. അതെവിടെ മന്ത്രിയാ? കെ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയാണ്. അല്ല, അതേപോലെ രാജിവെക്കുകയും ചെയ്യും. കോൺഗ്രസ് പാർട്ടി ചെയ്യാവുന്നൊക്കെ ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. അതെ. പക്ഷേ അദ്ദേഹം യാതൊരു ലജ്ജയില്ലാതെ MLA ആയിട്ട് തുടരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചെങ്കിലും വകതിരിവുണ്ടെങ്കിൽ അത് രാജിവെക്കാൻ വേണ്ടി. അദ്ദേഹം രാജിവെക്കാത്തത് അദ്ദേഹത്തിനും ആപത്താണ്, കോൺഗ്രസിന് ബാധ്യതയാണത്, UDF-ന് ഭാരമാണത്. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് ഏറ്റു പറഞ്ഞ് അതിന് ശിക്ഷ ഏറ്റുവാങ്ങി എന്നിട്ട് ശുദ്ധി നേടിയിട്ട് വേണം ഒരാൾ വരാൻ. സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ചെറിയ കാര്യം പറയാം. ദിലീപ് പ്രതിയായ കേസ്, അത് കോടതി പക്ഷപാത രഹിതമായി പെരുമാറിയിട്ടില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കോടതിയിൽ പക്ഷപാതം ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് പറയാണ്. അതിന് വരാനുള്ള വെച്ചാൽ വന്നോട്ടെ, കേസെടുക്കാൻ വകുപ്പിൽ കേസെടുത്തോട്ടെ, അതിൻ്റെ ചർച്ചയിലേക്ക് പോകുന്നു. അവിടെ കട്ടെ, ആ കേസോട് കൂടി, ആ പ്രശ്നത്തോടു കൂടി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു പുതിയ സംഘടന ഉണ്ടായി. അവർ ഉന്നയിച്ച പല കാര്യങ്ങൾ കേട്ടപ്പോഴാണ് നമ്മളൊക്കെ ഞെട്ടുന്നത്. എന്താ ഞെട്ടുന്നത്? ഒരു സാധാരണ വ്യാപാര കേന്ദ്രത്തിലോ വ്യവസായശാലയിലോ ഉള്ളതിനേക്കാൾ മോശമാണ് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവസ്ഥ. അങ്ങനെയാണ് ഹേമ കമ്മിറ്റിയെ വെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 കൊടുത്തു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ കാര്യം എന്താണ്? നമുക്കറിയില്ല. നമുക്കറിയാൻ അവകാശമില്ലേ? ഉറപ്പായിട്ടും. പിന്നെ അതിൽ പറഞ്ഞ പല ആളുകളെ പറ്റി ഒരു കേസും എടുത്തിട്ടില്ല. അപ്പോ ഇവിടെ സ്ത്രീകൾക്ക് രക്ഷയില്ല എന്ന തരത്തിൽ ഇവിടുത്തെ അറിയപ്പെട്ട മിക്ക കേസിലും സ്ത്രീ പീഡന കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അർഹമായ ശിക്ഷ കിട്ടിയിട്ടില്ല. ഈ നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ പൾസസുനി അടക്കമുള്ള 6 പേർക്ക് കൊടുത്ത്. മറ്റേ 4 പേരെ ഗൂഢാലോചനയിൽ 4 പേരെ വിട്ടു. അപ്പൊ നമ്മുടെ നാട്ടിൽ മിക്കതും ഗൂഢാലോചനയിലേക്ക് പോവാറില്ല. ചേങ്ങന്നൂർ മൗലവി വധക്കേസ്, അതിൽ ഗൂഢാലോചന അന്വേഷിച്ചിട്ടേ ഇല്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു പരിധി വരെ ഗൂഢാലോചന അന്വേഷിച്ചു, അതിന് മേലോട്ട് പോയില്ല. ഒരു പരിധി വരെ ഗൂഢാലോചന അന്വേഷിച്ചിട്ടാണ് കുഞ്ഞനന്തനൊക്കെ ജയിലിൽ പോയത്. കുഞ്ഞനന്തൻ ഇപ്പം മരിച്ചുപോയി. കുഞ്ഞനന്തൻ ഗൂഢാലോചന കേസിൽ കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ചിട്ടും CPM അത് അംഗീകരിച്ചില്ല. അവർക്ക് കോടതിയൊക്കെ മരിച്ചുപോയ ജോസഫൈൻ പറഞ്ഞ മാതിരി ഇത് സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ഉള്ള പാർട്ടിയാണെന്ന് അവർ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയി. ആലോചിച്ചു, എന്നാ അനുഭവിച്ചോ? ഓർമ്മയില്ലേ? അടിച്ചു. ഒരു രാഷ്ട്രീയ നേതാവ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറയാണ് എന്ത്, ഞങ്ങള് പിന്നെ അവരുടെ ആളുകളാകുമ്പോൾ ആ പീഡനമൊക്കെ തീവ്രത കുറഞ്ഞതാണ്, മറ്റൊക്കെ തീവ്രത കൂടിയതാണ്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ ഇതിലിപ്പോ എല്ലാ പാർട്ടിയിലും ഇത്തരം കാര്യങ്ങളുണ്ട്. ഇത് CPM-ന്റെ മാത്രം കാര്യമൊന്നുമല്ല. അതായത് ഇപ്പൊ P ശശി, അദ്ദേഹം ഈ കേസിൽ പാർട്ടി ഒരിക്കലും നടപടിയെടുത്ത ആളാ. അദ്ദേഹമാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത്. ഇതുപോലെ PK ശശി, ഷൊർണൂർ MLA ആയിരുന്ന ആള്, അദ്ദേഹം എപ്പോഴും പാർട്ടിയിലുണ്ട്. മുകേഷ്, അദ്ദേഹം MLA ആയിരിക്കും. ഇത്തരം അദ്ദേഹം നേരത്തെ തന്നെ എത്രയോ പരാതികളുള്ളതാണ്. ആയിരിക്കുമ്പോഴാണ് MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോയിട്ട് കൊല്ലത്തെ MP ആയിട്ട് മത്സരിപ്പിച്ച് അത് പിന്നെ ജനങ്ങൾ തോൽപ്പിച്ചു. ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. ഇത്തരം 100 പ്രശ്നങ്ങളിൽ പ്രതിയാണ് ഗണേഷ് കുമാർ. അതെവിടെ മന്ത്രിയാ? കെ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയാണ്. കെ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയാണ്. അല്ല, അതേപോലെ രാജിവെക്കുകയും ചെയ്തു. AK ശശീന്ദ്രൻ ഒരു ബുദ്ധി കാണിച്ചു. എന്താ വെച്ചാല് ഈ ഓഡിയോ പുറത്തു വന്ന ഉടൻ രാജിവെച്ചു. നടപടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, രാജിവെച്ച പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ. ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? ഇപ്പോ M വിൻസെന്റ്, അദ്ദേഹം MLA അല്ലേ? എൽദോസ് കുന്നപ്പള്ളി MLA അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹം MLA അല്ലേ? അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ചെയ്യാവുന്നൊക്കെ ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. പക്ഷെ അദ്ദേഹം യാതൊരു ലജ്ജയില്ലാതെ MLA ആയിട്ട് തുടരാണ് ഇപ്പോഴും. അദ്ദേഹം രാജിവെക്കാത്തത് അദ്ദേഹത്തിനും ആപത്താണ്, കോൺഗ്രസിന് ബാധ്യതയാണത്, UDF-ന് ഭാരമാണത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചെങ്കിലും വകതിരിവുണ്ടെങ്കിൽ അത് രാജിവെക്കാൻ വേണ്ടത്. ചെറുപ്പക്കാരനാണ്. ഞാനെന്ന് പറഞ്ഞ വളരെ പ്രതിഷ്ഠ ഉണ്ടാക്കിയ ഒരാളാണ്.
പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഒരു കുറ്റം ചെയ്തപ്പോൾ ആ പുറത്തു വന്ന ഒരു ഓഡിയോവും തൻ്റെതല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് അതിൽ? എനിക്ക് തന്നെ കൊല്ലാൻ ഏതാനും നിമിഷം മതി, ഒരു എലക്ട് ചെയ്യപ്പെട്ട MLA പറയുന്നത്. അറിയിച്ചു എന്തൊരു ക്രിമിനലായതാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ LDF UDF ഒന്നും വലിയ വ്യത്യാസമല്ല എന്നാണ് എനിക്ക് എൻ്റെ അനുഭവം. അതെ, എന്താ മേഘ എന്നോട് യോജിക്കുന്നുണ്ട്. അതായത് അതിനകത്തെ സ്ത്രീകൾ എന്നത് പറയുന്നുണ്ട്. തീർച്ചയായും ഇപ്പൊ കോൺഗ്രസിനകത്തെ സ്ത്രീകൾ പറയുന്നുണ്ട്, CPM-നകത്തെ സ്ത്രീകൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. യാഥാർത്ഥ്യമാണ്. അതെ, അതായത് ഇപ്പോ ഷാനിമോൾ ഉസ്മാനോടോ ബിന്ദു കൃഷ്ണയോടോ അല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്ത് ഇപ്പൊ ജയിച്ച ദീപ്തി മേരി അല്ലെങ്കിൽ മറ്റേ മേത്തറുണ്ടല്ലോ, ജെബി മേത്തർ, അവരൊക്കെ ഇത് അന്യായാണെന്ന് പറയും. LDF-ലുള്ള CPM-ലുള്ള സ്ത്രീകൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി, രാഹുൽ മാങ്കുളത്തിനൊക്കെ അപ്പൊ രാജിവെക്കണം. രാജിവെച്ചാൽ അതിനൊരു ജനങ്ങളോട് എന്തെങ്കിലും ബഹുമാനം വേണ്ടേ? രാഹുൽ മാങ്കുളത്തിന് അതുണ്ടോ? അതായത് വെല്ലുവിളിക്കല്ലേ? എങ്ങനെയാണ് നിയമസഭാ കക്ഷിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പുറത്താക്കി അദ്ദേഹത്തെ, പിറ്റേന്ന് അദ്ദേഹം നിയമസഭയിൽ വരികയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും ബഹുമാനം ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ വോട്ട് പിടിക്കാൻ പോവാ കോൺഗ്രസ്സുകാരുടെ കൂടെ. കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയതാ, ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ അതായത് തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് ഏറ്റു പറഞ്ഞ് അതിന് ശിക്ഷ ഏറ്റുവാങ്ങി എന്നിട്ട് ശുദ്ധി നേടിയിട്ട് വേണം ഒരാൾ വരാൻ. ഇവിടെ മിക്ക കേസിലും ഇപ്പോ ഐസ്ക്രീം പാർലർ കേസിൽ ആരാ ശിക്ഷിക്കപ്പെട്ട്? സൂര്യനെല്ലി കേസ് എന്താണ് ആയത്? കിളിരൂർ സ്ത്രീപീഡന കേസ്. അങ്ങനെ ഇത്തരത്തിലുള്ള അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരുള്ള അല്ലെ രാഷ്ട്രീയക്കാർ വേണ്ടപ്പെട്ട ആളുകളുടെ മിക്ക സ്ത്രീപീഡന കേസുകളും കാര്യമായ അന്വേഷണം നടന്നില്ല. അന്വേഷണം നടന്നത് കാര്യമായി ശിക്ഷിക്കപ്പെട്ടില്ല. ശിക്ഷിക്കപ്പെട്ട് മിനിമം ശിക്ഷ കിട്ടി. അതെ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിനെ പറ്റി പരാമർശിച്ചല്ലോ. ഈ കേസിൽ ഈ തെളിവുകളുടെ അഭാവമുണ്ട്, അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയും ഉത്തരവാദിത്തം ഇടതുപക്ഷ സർക്കാരിന് തന്നെയല്ലേ? കാരണം 2017 സംഭവം നടക്കുന്നത്. അപ്പോഴും അധികാരത്തിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അധികാരത്തിലുണ്ടായിരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അതിലൊരു പ്രശ്നമുണ്ട്. എന്താ കാരണം വെച്ചാല് തുടക്കത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അഭിപ്രായം മാറ്റിയതാ. ഇപ്പോ അവര് നടിയുടെ കൂടെയാണ്. നടിയുടെ കൂടെ എന്നുള്ളത് നാട്യമാണോ ശരിക്കുള്ളതാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. എന്താ കാരണം വിചാരിച്ച് ഞാൻ ചെറിയൊരു ഓ പൾസർ സുനി ഒരു ക്രിമിനലാണെന്ന് എല്ലാവരും പറയും. അത് പോലീസ് കേസുകളുണ്ട്, കോടതി വിധികളുണ്ട്. അപ്പോൾ ലോക ചരിത്രത്തിലില്ലാത്തൊരു ബലാത്സംഗം നടന്നത്. ബലാത്സംഗം കൊട്ടേഷൻ കൊടുക്കാറുണ്ടാരെങ്കിലും അവനവന്റെ കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ആണ് ആള് ബലാത്സംഗം ചെയ്യുന്നത്. ഇയാൾ എന്താ ചെയ്തത്? കൊട്ടേഷൻ കിട്ടിയിട്ട് ചെയ്യാം. അപ്പൊ ഇത് ഇയാൾ ഈ നടിയോട് തന്നെ പറയുന്നുണ്ട് ഇത് കൊട്ടേഷനാണ്. ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തതെന്ന് ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഈ ശിക്ഷിക്കപ്പെട്ട ആരും ഒരു ബലാത്സംഗം ചെയ്തു എന്നാ കേസ്. അങ്ങനെ ആയിരുന്നില്ല ആ കേസ്. അതായത് കൊട്ടേഷനാണ് കൊടുത്ത ആള് വേണ്ടേ? അപ്പൊ അതിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ തന്നത്. ആരാണ് ആ സ്ത്രീ? ആരാ കൊട്ടേഷൻ കൊടുത്തത്? ഇതൊന്നും ഇപ്പൊ എവിടെ ഇല്ലല്ലോ. പിന്നെ ബാലേന്ദ്രകുമാർ പറഞ്ഞ മൊഴിയൊക്കെ അവിടെ പോയി. അദ്ദേഹം മരിച്ചുപോയി. ബാലേന്ദ്രകുമാർ ആണ് ഇതിൽ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞത്. സാഹചര്യവശാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പോ പ്രോസിക്യൂഷൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞു. എനിക്ക് നിയമവിജ്ഞാനുള്ള ആളല്ലേ ഞാൻ. നമ്മൾ പത്രം വായിക്കുകയും ചാനൽ കാണുകയും ചെയ്തതിന്റെ കോമൺ സെൻസ് വെച്ചാൽ ഈ പറയുന്നത്. അതായത് ഇതിപ്പോ ഇങ്ങനെ ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജയിച്ച ശ്രീലേഖൻ, അവർ DGP ആയിരുന്നു. അവരുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് പൾസർ സുനി ഇത്തരം കാര്യങ്ങൾ വേറെ സ്ത്രീകളോട് ചെയ്തിട്ടുണ്ട്. അവരെ ഇത്തരത്തില് എടുത്തിട്ട് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അത് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവര് പൈസ കൊടുത്ത് ഒതുക്കുക ചെയ്തത്. അവർ കംപ്ലൈന്റ് ചെയ്തില്ല. ഈ പെൺകുട്ടി, ഈ നടി ഭാഗ്യവശാൽ പോലീസിൽ പരാതിപ്പെട്ടു. അവള് പേടിക്കാൻ പോയില്ല. വലിയ കാര്യം അവള് ചെയ്തത്. കേരളീയർ മുഴുവൻ അവളുടെ കൂടെ നിൽക്കേണ്ടതാണ്. കാരണം അവര് വലിയ നടിയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത്രയൊക്കെ പ്രസിദ്ധിയും പണവും ബന്ധങ്ങളും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയുടെ സ്ഥിതി ഇതാണെങ്കിൽ
സാധാരണ ഒരു പെൺകുട്ടിയുടെ അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര കൂടുതലാണ്. അപ്പൊ ഇവരുടെ ധിക്കാരത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് മേയറാണ് ആര്യ രാജേന്ദ്രൻ. അവരുടെ ഭർത്താവ് ബാലുശ്ശേരി MLA ആണ്. രണ്ടുപേരും കാറിൽ പോകുന്നു. ഈ സമയത്ത് KSRTC ബസ്സിലെ ഡ്രൈവർ, പിന്നീട് മനസ്സിലായി അദ്ദേഹത്തിന്റെ പേര് യദു എന്നാണ്, ഇവരോട് എന്തോ അശ്ലീല ആംഗ്യം കാണിച്ചു. ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ഉണ്ടായിരിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ടാളെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. പോലീസിന് വിളിച്ചാൽ മതിയല്ലോ അല്ലേ? ഒരു മേയറല്ലേ, ഭർത്താവ് MLA അല്ലേ, അവർക്ക് വിളിച്ചാൽ, സാധാരണക്കാർ വിളിച്ചാൽ പോലീസ് കൂട്ടാക്കിയത്. ഇവരെന്താ ചെയ്തത്? നേരെ ആ കാർ എടുത്ത് പോയിട്ട് ആ ബസ് തടഞ്ഞു നിർത്തി അയാൾ തെറി പറയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ സച്ചിൻ ദേവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ബസ് തടഞ്ഞു നിർത്തിയിട്ടില്ല, അതിന്റെ വീഡിയോ നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് അല്ല, പോട്ടെ, ആ ബസ്സിലെ CCTV ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് അവിടെ പോയി. ഇപ്പോ കേസിൽ ആരാ പ്രതി? യദു പ്രതിയാണ്, വേറെ ആരോ, ഇവർ രണ്ടാളും പ്രതിയല്ല. ഉണ്ടോ? ഇത് ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഇവിടെ നീതിയുടെ മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ രണ്ട് തരം പെരുമാറ്റമുണ്ട്. നമ്മൾ ആ ബസ് തടഞ്ഞു നിർത്തി സംസാരിക്കും, നമ്മൾ കണ്ടതല്ലേ. കളവ് പറയാൻ രാഷ്ട്രീയക്കാർക്ക് പുതിയ മടിയില്ല, പ്രത്യേകിച്ച് CPM-ന്. കളവ് പറയാൻ യാതൊരു ലജ്ജയില്ല. നമ്മളിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, KM മാണി ധനകാര്യ ബില്ല് അവതരിപ്പിക്കുമ്പോൾ, ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭയിൽ അലമ്പുണ്ടാക്കുകയാണ്. ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പ്രധാനമായിട്ട് ശിവൻകുട്ടി. പിന്നെ എനിക്ക് വലിയ നാണക്കേടിലാണ്, അധ്യാപകരാണ് ശ്രീരാമകൃഷ്ണൻ, അന്ന് അധ്യാപകരാണ് KT ജലീൽ, ഇവരൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. നമ്മളതിന്റെ വീഡിയോ കണ്ടതാണ്. അന്ന് എന്തൊക്കെ അലമ്പാണ് നിയമസഭയിൽ ഉണ്ടാക്കിയത്. ആ കേസ് ഇപ്പൊ എവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഇവർക്ക് നേരെ പിന്നെ ക്രമസമാധാന നില ലംഘിക്കുന്ന മട്ടിൽ ഇവർ പെരുമാറിയാൽ അതിന് കേസില്ല, ഉണ്ടെങ്കിൽ അത് വിട്ടുപോകും. അത് എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുതിത്തള്ളും. ഇതൊക്കെ കോൺഗ്രസ്സുകാരും ചെയ്യാതിരിക്കാം, തൽക്കാലം ചെയ്തത് CPM ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അതിക്രമം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ, ഒരു സ്ത്രീയെ അടിക്കുകയാണ് ഒരു ദയാദാക്ഷിണ്യമില്ലാതെ. ഇതിനും ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയൻ തന്നെയല്ലേ? ഉറപ്പല്ലേ? അല്ല, ഇതിന്റെ കാര്യം എന്ന് വെച്ചാല് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം ഏറ്റ ഒരാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. ആ മർദ്ദനം ഏറ്റതിന്റെ കഥകൾ അദ്ദേഹം വിവരിക്കുമ്പോൾ, സഭയിൽ പിന്നീട് വിവരിക്കുമ്പോൾ, ചോര പുരണ്ട ഷർട്ട് അദ്ദേഹം ഉയർത്തി കാണിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ഇവര് അറിയാത്ത ആളല്ല. അപ്പൊ അടിയന്തരാവസ്ഥയാണെന്ന് ഞാൻ പറയുന്നില്ല, അടിയന്തരാവസ്ഥയെ ഓർപ്പിക്കുന്ന മട്ടിൽ ഇടിമുറികളുണ്ട്. അതെ, മുഖ്യമന്ത്രി അതിനെ പ്രോത്സാഹിപ്പിച്ചല്ലോ. നവകേരള സദസ്സിൽ എന്താ ഉണ്ടായത്? നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് ബസ് അല്ലെ, ആ ബസ് വരുമ്പോൾ ഇത്ര 1 കോടിയിലധികം ഉറുപ്പിക ചെലവാക്കിയിട്ട് ആ ബസ് ഉണ്ടാക്കിയത്. അത് കാണാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തീർത്ഥാടകന്മാർ വരുന്നതാണ് അന്ന് AK ബാലനൊക്കെ പറഞ്ഞത്. അതായത് മഹാത്മാഗാന്ധി ഇരുന്ന കസേരയല്ലേ, അത് കണ്ടാ പുണ്യം കിട്ടും. അല്ലെ വിവേകാനന്ദൻ, അല്ലെ രാമകൃഷ്ണ പരമഹംസൻ. അപ്പോ എന്നിട്ട് അന്ന് പോലീസും DYFI പിള്ളേരും ഇവരുടെ ഗൺമേനും ഒക്കെ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും KSUക്കാരുടെയും തല തച്ച് പൊളിക്കുന്നതിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആളാ മുഖ്യമന്ത്രി. അതെ. പിന്നെ ആരും ചോക്കൂ, ആ സിൽവർ ലൈൻ 51 കോടി രൂപ അതിനു വേണ്ടി ചെലവാക്കി കഴിഞ്ഞു. 51 കോടി എന്തിനാണ്? ആ മഞ്ഞക്കുറ്റി ഇടാൻ. ആ മഞ്ഞക്കുറ്റി ഇട്ട് പൊളിച്ചു കളയാനും അതിന് ആളുകളെ ചവിട്ടാനും പോലീസിനെ കൊണ്ട് അല്ലേ എന്തൊക്കെ അക്രമം കാണിച്ചു. ഇപ്പോഴും ആ മഞ്ഞക്കുറ്റി മഞ്ഞക്കുറ്റി എടുത്ത് ആൾക്കാർ തൊട്ട് കളഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ പറമ്പ് വിൽക്കാനോ പണയപ്പെടുത്താനോ പറ്റില്ല. അപ്പൊ അതായത് ജനങ്ങളെ ഇങ്ങനെ, അതായത് ഇപ്പോൾ ആ സിൽവർ ലൈൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി ഒരു പഠനവും നടന്നിട്ടില്ല. പിന്നെ അവിടുന്ന് കുടിയൊഴിക്കപ്പെടുന്ന എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അവർക്ക് പുനരധിവാസം എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം വയനാട്ടില് മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ പുനരധിവാസം നടന്നു. ഒന്നും നടന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്, വേണ്ട അളവിൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ 100 ആൾക്ക് വീട് നഷ്ടപ്പെട്ടെങ്കിൽ 10 ആൾക്ക് വീട് കൊടുക്കും. ഇതന്നെ കുടിയൊഴിച്ചാലുള്ള പ്രശ്നം. ഞാൻ അതിനെ എതിർത്തതിന്റെ പ്രധാന കാരണം കുടിയൊഴിക്കലാണ്. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ. പിന്നെ നമുക്കൊരു അത്യാവശ്യം, ഇപ്പോൾ വന്ദേ ഭാരത് വന്നല്ലോ, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ.
സ്പീഡ് കൂടിയില്ലേ? അതിന്റെ സ്പീഡ് കൂട്ടാം, സ്റ്റോപ്പ് കുറച്ചാൽ മതി. അല്ല പിന്നെ ആലോചിച്ച് നോക്കുക, എന്തൊരു ഇപ്പൊ പിണറായി വിജയന്റെ അവിടെ ഒരു നിലയുള്ള വീട്ടിൽ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് അവിടെ പശുവിന്റെ തൊഴുത്തുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്ത് അവസാനം അദ്ദേഹത്തിന്റെ കാറ് പുതുക്കിയത് 1,10,00,000 ഉറുപ്പ്യാണ്. അദ്ദേഹത്തിന്റെ അകമ്പടി സേവിക്കുന്നത് 40 കാറുകളാണ്. അതേ ഹെലികോപ്റ്റർ പോവാ നമുക്ക് എല്ലാം കൊണ്ടും നല്ലത്, പൈസ ഇല്ലാമതാ. അത് ഹെലികോപ്റ്റർ പോയിക്കോട്ടെ, മുഖ്യമന്ത്രി ഇല്ലേ, എന്നാ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വന്ന് നമ്മളെ ട്രാഫിക് തടഞ്ഞ് ബ്ലോക്ക് ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ലല്ലോ. അത് ഹെലികോപ്റ്റർ അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്, എന്താണ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, എത്ര ലക്ഷം ഉറുപ്പ്യ അതിന് പോകുന്നുണ്ട്. അപ്പൊ ധൂർത്ത് എന്ന് പറഞ്ഞ ഒരു വക വേറെ, അഴിമതി വേറെ, സ്വജനപക്ഷപാതം വേറെ, അവ്യവസ്ഥ വേറെ, കെടുകാര്യസ്ഥ വേറെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാലം പൊളിഞ്ഞു വീഴുന്നു, റോഡുകൾ ഇടിഞ്ഞു താഴുന്നു, ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അഴിമതി. അല്ല അതിപ്പോ അത് ഇടിഞ്ഞു താന്നപ്പോഴാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് ഇവര് പറഞ്ഞത്, അല്ലെ ഇവരുടെ ആയിരുന്നു. അതെ, അവിടെയൊക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ ആ പരിപാടി ഇല്ല. അതെ, അതുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ എത്രയോ ഭേദമായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ എന്താണെന്ന് ഇവിടുത്തെ ഇപ്പോൾ കൊച്ചുകുട്ടിയൊക്കെ പോലും അറിയാം. അതുകൊണ്ട് ആ ഭരണവിരുദ്ധ വികാരമാണ് പ്രവർത്തിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം പിന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും നേരെയുള്ള പ്രതികരണം ഉണ്ടല്ലോ, എന്തൊരു ധിക്കാരാണ് ഇവരൊക്കെ പറയുന്നത്, എന്തൊരു വിഡ്ഢിത്താണ് പറയുന്നത്. വിമർശനങ്ങൾക്ക് ഉത്തരമില്ല. ഇല്ല, അല്ല ഞാൻ പറയാം. അപ്പോൾ ഒരു ചെറിയ കാര്യം, അദ്ദേഹത്തിന്റെ പുത്രി എക്സാലോജിക് എന്ന പേരുള്ള കമ്പനിയുടെ പേരിൽ കരിമണൽ ഖനനക്കാരിൽ നിന്ന് 1,72,00,000 ഉറുപ്പ്യ മേടിച്ചു. ശരി, അത് ഏത് സർവീസ് കൊടുത്തതിനാണ് എന്ന് മാത്യു കൊൾനാടൻ ചോദിക്കുമ്പോൾ, മറ്റുള്ള MLA മാർ ചോദിക്കുമ്പോൾ, പത്രക്കാർ ചോദിക്കുമ്പോൾ, TV കാർ ചോദിക്കുമ്പോൾ മറുപടി ഇല്ല. അതിനുള്ള മറുപടി എന്താണ്? അതിന് നികുതി കൊടുത്തിട്ടുണ്ട്. 1,72,00,000 ഉറുപ്പ്യ കിട്ടി. ശരി, ഇത് എന്തിനു തന്ന? അതിന് മറുപടി ഇല്ല. അഴിമതി അന്ന് വ്യക്തല്ലേ? ഇപ്പൊ സ്വപ്ന സുരേഷ് പറഞ്ഞ ഏത് കാര്യത്തെ പറ്റി അന്വേഷണം നടന്നത്? ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ ശിവശങ്കരൻ, ആളല്ലേ രവീന്ദ്രൻ, ഇദ്ദേഹം വളരെ ബന്ധമുള്ള ആളല്ലേ സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഏത് സരിതാ നായരെ ഏതാണ്ട് 3-4 കൊല്ലം കൊണ്ടു നടന്ന ആളുകളാണ് ഇവര്. സരിതാ നായർ പച്ചക്കള്ളം പറയുന്നത് തെളിഞ്ഞതാണ്. സരിതാ നായർ പറഞ്ഞ പച്ചക്കള്ളത്തിന് ഒരു കള്ളസാക്ഷി ഉണ്ടായിട്ടുള്ളൂ, അത് PC ജോർജാ. ജോർജ് ഒരുത്തരല്ലേ ഇത് സാക്ഷി പറഞ്ഞത്, കള്ളസാക്ഷി ഇല്ലേ? ഈ വെള്ളാപ്പള്ളി നടേശന്റെ മാതിരി ഒരാളാണ് ഈ PC ജോർജ്. നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ചാ അന്തരീക്ഷം മുഴുവൻ മലിനമാക്കുന്ന ഒരാളാണ് PC ജോർജ്. പിന്നെ ഇതേ സരിതാ നായരുടെ മൊഴി കേട്ടിട്ട് മൊഴി പ്രമാണമാക്കിയിട്ട് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ഈ എല്ലാ അന്വേഷണത്തോടും ഉമ്മൻചാണ്ടി സഹകരിച്ചു, താൻ മുഖ്യമന്ത്രി ആയിരിക്കെ സഹകരിച്ചു. ആ ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കാൻ വേണ്ടി ഒളിച്ചു പോവല്ലേ വേണ്ടത്. ഉമ്മൻചാണ്ടിയാണ് എന്റെ മാതൃക. ഇല്ലാത്ത കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം, അന്ന് അദ്ദേഹത്തിന് അറിയാലോ, അദ്ദേഹത്തിനോടൊക്കെ സഹകരിച്ചല്ലോ. ചെറിയ ആളാണോ ഉമ്മൻചാണ്ടി? അരിച്ചു. അതിനെന്താ അവർ പഠിച്ചത്? ഈ M വിൻസെന്റോ എൽദോസ് കുന്നപ്പള്ളിയോ രാഹുൽ മാങ്കൂട്ടത്തിലോ എന്ത് പഠിച്ചു ഉമ്മൻചാണ്ടിന്ന്? അനുചോക്കൂ. ഒരു കണ്ണൂർ ജില്ലയിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ എറിഞ്ഞിട്ട് അദ്ദേഹത്തിന് നെറ്റിപ്പൊട്ടി ഇല്ലേ? നെറ്റിപ്പൊട്ടി പുറത്തിറങ്ങി അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം എന്താണെന്നറിയാം? ഈ വകയിൽ നാളെ ബന്ധോ ഹർത്താലോ ആരും നടത്തരുത്, എനിക്കൊന്നുമില്ല. ഒരു ബന്ദ് നടന്നാൽ 20,000 കോടി ഉറുപ്പ്യ കേരളത്തിന് നഷ്ടമാണ്. അത്രയാണ്. കാരണം സ്റ്റാൻഡ് സ്റ്റില്ലായി പോകും, അക്രമങ്ങൾ നടന്നു. എന്നിട്ട് കോടതിയിൽ ആ എറിഞ്ഞ COT നസീറിനെ രക്ഷിക്കാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. അദ്ദേഹം പിന്നെ CPM തൊട്ട് കോൺഗ്രസ് ആയി. അത് കോൺഗ്രസ് ആകാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഒരു പരാതി കൊടുത്തില്ല, പോലീസ് സ്വന്തം നൽകിയ കേസെടുത്താ. ഉമ്മൻചാണ്ടി ആ എറിഞ്ഞ ആളെ രക്ഷിക്കുക ചെയ്ത്. ഇപ്പോ ഒരു പ്രതിഷേധം വിമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയാണല്ലോ ആ ചെറുപ്പക്കാരൻ ഒരു വധശ്രമത്തിന് കേസെടുത്തു. എന്നിട്ട് EP ജയരാജൻ പറയാണ് കൊല്ലാൻ വന്നായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. വലിയ വ്യത്യാസമൊക്കെ. എല്ലാ കോൺഗ്രസ്സുകാരും ഇങ്ങനെയല്ല. അതിന്റെ തെളിവാണ് വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മാതിരി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല. കോൺഗ്രസിനകത്ത് ഒരു ഉമ്മൻചാണ്ടിയെങ്കിലും ഉണ്ട്. ഉമ്മൻചാണ്ടി ചെയ്ത് മുഴുവൻ ശരിയാന്നല്ല പറഞ്ഞേ. ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറഞ്ഞത് വളരെ ജനാധിപത്യത്തിൽ നിരക്കുന്ന മാതൃകാപരമായ പെരുമാറ്റമാണ് ഉമ്മൻചാണ്ടിയാലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം ഞാൻ വായിച്ചില്ല. കാരണം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞൊക്കെ വെട്ടിക്കളയാൻ പറഞ്ഞു ഞാൻ കേട്ട്. പിന്നെ ഇപ്പൊ നമ്മള് വായിക്കണ്ടെന്ന് വിചാരിച്ചു. അല്ലെ വായിക്കുന്ന എതിരിട്ടല്ല പറഞ്ഞു. അത് അങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ വായിച്ചിട്ടില്ല.